ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ ബാങ്കിങ്ങിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ പഠിച്ചു, ഓർഗനൈസ്ഡ് ബാങ്കിങ് സ്ട്രക്ചറിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളും സെൻട്രൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, അല്ലേ, മറ്റുള്ള അപെക്സ് ബാങ്കുകൾ, ഇങ്ങനെ കുറേയധികം ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കേണ്ടായി. അതുപോലെ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ സെൻട്രൽ ഏജൻസി ആയിട്ട്, കോർഡിനേറ്റിംഗ് ഏജൻസി ആയിട്ട്, സൂപ്പർവൈസിങ് ഏജൻസി ആയിട്ട്, ബാങ്കിങ് സൂപ്പർവിഷനുള്ള ഒരു ഏജൻസി ആയിട്ട് നമ്മൾ കരുതപ്പെടാവുന്ന ഒരു ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഏതൊരു രാജ്യത്തിനും അവരുടെ എക്കണോമിയുടെ മോണിറ്ററി സിസ്റ്റത്തിൻ്റെ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എല്ലാം കൺട്രോളും റെഗുലേഷനൊക്കെ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഒരു ബാങ്കിനെ സെൻട്രൽ ബാങ്കായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ബാങ്കുകളെയാണ് സെൻട്രൽ ബാങ്ക്, അല്ലേ. ഈ ബാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്താ? ദിസ് ഈസ് ദ അപെക്സ് ബാങ്ക് ഓഫ് ബാങ്കിങ് സിസ്റ്റം ഇൻ ദാറ്റ് കൺട്രി. ഓരോ രാജ്യത്തിൻ്റെയും ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ, ബാങ്കിങ് സ്ട്രക്ചറിൻ്റെ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു അപെക്സ് ബോഡി ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഇതിനെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ളൊരു ബാങ്കിൻ്റെ ആവശ്യകത എന്താ? നമുക്കറിയാം, ഏതൊരു രാജ്യത്തും, അല്ലേ, എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം, മോണിറ്ററി സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യപ്പെടണമെങ്കിൽ, അല്ലേ, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, അല്ലേ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിനൊക്കെ എന്ത് വേണം? മണി ആവശ്യമാണ്, അല്ലേ, മോണിറ്ററി റിസോഴ്സസ് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഉപയോഗിക്കുന്ന കറൻസികളാണ്, അല്ലേ, മണിയാണ്. ഈ കറൻസി ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഇൻറ്റഗ്രൽ ഫങ്ഷനാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കറൻസി, അല്ലേ, അപ്പോൾ ഏത് കറൻസിയാണ് ഒരു രാജ്യത്തിൽ അംഗീകരിക്കപ്പെടുക, അല്ലേ, ആ കറൻസി എത്രമാത്രം ഇഷ്യൂ ചെയ്യണം, ഏത് രീതിയിൽ ഇഷ്യൂ ചെയ്യണം, ക്ലിയർ, എന്ത് മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, അതിൻ്റെ ഫീച്ചർ എന്തൊക്കെ ആയിരിക്കണം, ഡിനോമിനേഷൻ അതിൻ്റെ എങ്ങനെയൊക്കെ ആയിരിക്കണം, ക്ലിയർ, ലീഗൽ ടെൻഡർ നമ്മൾ പറയും, ക്ലിയർ, എക്സ്ചേഞ്ച് ചെയ്തതിന് വേണ്ടി നമ്മൾ ലീഗലായിട്ട് ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം, അതാണ് കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ കറൻസി, അല്ലെങ്കിൽ നമ്മൾ കറൻസി നോട്ട് എന്നാണ് പറയുക, അല്ലേ, 100 രൂപ നോട്ട്, 500 രൂപ നോട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല. ഇതുപോലെ നോട്ടുകൾ, ഈ നോട്ടുകൾ, ക്ലിയർ, ഇഷ്യൂ ചെയ്യുന്നതിനുള്ള അതോറിറ്റിയാണ്, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഒരു ബാങ്കാണ് എന്ത്? സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്ക് ഓരോ രാജ്യത്തിൻ്റെയും ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ, മോണിറ്ററി സിസ്റ്റത്തിൻ്റെയൊക്കെ ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരുടെ കീഴിലാണ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പ്രവർത്തിക്കുക. ഇനി ഓരോരോ രാജ്യങ്ങളിലും പല തരത്തിലുള്ള നിയമവ്യവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു സെൻട്രൽ ബാങ്കിൻ്റെ റോളും ഫങ്ഷൻസും അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചില രാജ്യങ്ങളിലുള്ള സെൻട്രൽ ബാങ്കിൽ ഉണ്ടാവണമെന്നില്ല. ഡെവലപ്ഡ് നേഷൻസിലുള്ള സെൻട്രൽ ബാങ്ക് പെർഫോം ചെയ്യുന്ന എല്ലാ റോൾസും ഡെവലപ്പിംഗ് നേഷൻസോ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് നേഷൻസോ ഉള്ള, അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലുള്ള ഒരു സെൻട്രൽ ബാങ്ക് പെർഫോം ചെയ്തൊന്നും വരില്ല. പക്ഷെ എങ്കിലും മൊറോലെസ്, ക്ലിയർ, കുറേയധികം ഫങ്ഷൻസ് സെൻട്രൽ ബാങ്കിൽ, ഏത് രാജ്യത്തുള്ള സെൻട്രൽ ബാങ്കും പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ചില ഫങ്ഷൻസ് ഉണ്ട്. ക്ലിയർ? അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ താഴെ നോക്കാൻ പോകുന്നത്. ക്ലിയർ? So the primary function of central bank is to provide the nation's money supply, but more active duties include controlling the interest rates and acting as a lender of the last resort to the banking sector during the times of financial crisis. അപ്പോൾ പ്രധാനമായിട്ടുള്ള അവരുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? മണി സപ്ലൈ ഉറപ്പുവരുത്തുക എന്നുള്ളത്, അല്ലേ. പൈസ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് സപ്ലൈ ഉറപ്പുവരുത്തുക. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുകിൽ നോട്ട് ഇഷ്യൂ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത നോട്ട് വിഡ്രോ ചെയ്യേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയിലുള്ള സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. സോ RBI ആക്ട് ആസ് എ സെൻട്രൽ ബാങ്ക് ഇൻ ഇന്ത്യ. അതുപോലെ ഓരോ രാജ്യത്തും സെൻട്രൽ ബാങ്ക് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഈ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? മണി സപ്ലൈ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കറൻസി ഇഷ്യൂ ചെയ്യുന്നു, അതിനെ സപ്ലൈ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ?
അതുപോലെ തന്നെ ബാങ്കുകളുടെയൊക്കെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം സൂപ്പർവൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നു. ക്ലിയർ? അപ്പോൾ മറ്റുള്ള ബാങ്കുകളൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്ന RBIയുടെ റേറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ RBI അല്ലേ അവിടെ മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് മറ്റുള്ള ബാങ്കുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം എന്തിനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സെൻട്രൽ ബാങ്കിൻ്റെ പ്രവർത്തന ഫലമായി ബാങ്കിങ് സെക്ടറിൽ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരുന്നു. സോ പല രാജ്യങ്ങളിലും പലതരത്തിലായിരിക്കും സെൻട്രൽ ബാങ്കിൻ്റെ പല പേരിലായിരിക്കും അറിയപ്പെടുക. കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സെൻട്രൽ ബാങ്ക്. ക്ലിയർ? പൊതുവെ എല്ലാ രാജ്യത്തും ഒരു സെൻട്രൽ ബാങ്ക് നമുക്ക് പറയാം. ക്ലിയർ? ഒരു കോമൺ നെയിമാണ് സെൻട്രൽ ബാങ്ക്. പക്ഷെ ഓരോ രാജ്യത്തും അവിടെയുള്ള സെൻട്രൽ ബാങ്കിന് ഓരോ പേരായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഇൻ USA, the Central Bank of USA is called as Federal Reserve. Clear? Federal Reserve. Clear? So Federal Reserve എന്നുള്ളൊരു ഏജൻസി അല്ലെങ്കിൽ ബാങ്കാണ് USA-ൽ എന്ത് ചെയ്യുന്നത്? സെൻട്രൽ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള അമേരിക്കൻ $US ഇഷ്യൂ ചെയ്യുക, ക്ലിയർ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുക, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റേറ്റുകൾ അല്ലേ അത് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ പങ്കുവഹിക്കുക, അതുപോലെ തന്നെ മറ്റുള്ള സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ഫെഡറൽ റിസർവ് ആണ്. ദെൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, UK-യിൽ നോക്കുകയാണെങ്കിൽ അത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആയിട്ട്, കാനഡയിലാണെങ്കിൽ ബാങ്ക് ഓഫ് കാനഡ, ഓസ്ട്രേലിയയിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ. EU കൺട്രീസിലാണെങ്കിൽ യൂറോപ്യൻ യൂണിയന് മൊത്തമായിട്ട് ഒരു ബാങ്ക് ഉണ്ട്, സെൻട്രൽ ബാങ്ക്. EU സെൻട്രൽ ബാങ്ക്, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്. ഈ രീതിയിൽ ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷനിലും അവരവരുടെ രീതിയിലുള്ള ഒരു ബാങ്ക് സെൻട്രൽ ബാങ്കായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. സോ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് ദി monetary and banking system setup of a country. Central bank occupies a central position, and perhaps it is because of this fact that this is called a central bank. വളരെ നിർണായകമാണ്, സെൻട്രൽ ആയിട്ടുള്ളൊരു റോള് പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ്. എക്കണോമി ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ സിസ്റ്റം ആയിക്കോട്ടെ, ബാങ്കിങ് സിസ്റ്റം ആയിക്കോട്ടെ, ക്ലിയർ, ഇത്തരത്തിലൊരു സെൻട്രൽ റോൾ ഉള്ളതുകൊണ്ടാണ് അതിനെ സെൻട്രൽ ബാങ്ക് എന്ന പേര് പറയുന്നത്. ക്ലിയർ? സോ വൈ ബാങ്ക്സ് ആർ കോൾഡ് എ സെൻട്രൽ ബാങ്ക്? Because these banks are called as central bank, clear, in the sense that they plays a central role, clear, core and crux role, clear. So in the banking system, in the financial system, in the monetary system, etc. Clear? So in this way, this bank works as an institution whose main objective is to control and regulate money supply, clear, keeping in view of the welfare of the people. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, ആളുകളുടെ അവിടെയുള്ള സിറ്റിസൻസിൻ്റെ എക്കണോമിക് വെൽഫെയർ ഉദ്ദേശിച്ചുകൊണ്ട് മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുക, ക്ലിയർ, ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഇവർ ചെയ്യും. ഓക്കെ. സോ സെൻട്രൽ ബാങ്ക് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഫുൾഫിൽസ് ദ ക്രെഡിറ്റ് നീഡ്സ് ഓഫ് ദി ബാങ്ക് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? ബാങ്കിങ്ങിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെയും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം ക്രെഡിറ്റ് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിൽ നിർണായകമായിട്ട് പങ്കുവഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ബാങ്ക്. അതുപോലെ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റും അല്ലെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതും സെൻട്രൽ ബാങ്കാണ്. ഓക്കെ. ശരി, ഇങ്ങനെയുള്ളൊരു സെനാരിയോയിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത് സെൻട്രൽ ബാങ്ക് ഫംഗ്ഷൻ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്പർ 1, മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. ഓരോ രാജ്യത്തും അവിടെയുള്ള കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ഉള്ള മൊണോപ്പൊളി ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ക്ലിയർ? സോ ഇറ്റ് serves as a monopoly, clear, of note issue. Clear? Central bank do have monopoly in note issue, in the note currency note. Clear? Okay. So note issue primarily is a main function of central bank in the country. Clear? Then the currency notes issued by a central bank are ലീഗൽ ടെൻഡർ മണി ഇൻ ദ കൺട്രി. ഓരോ രാജ്യത്തും അവരുടെ വിനിമയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലീഗൽ ടെൻഡർ, നിയമപ്രകാരമുള്ള വിനിമയ മാധ്യമമായിട്ട് സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന നോട്ടുകളാണ്, കറൻസി നോട്ടുകളാണ് ഉപയോഗിക്കുക. ഓക്കെ. സോ ദീസ് ഡേയ്സ് in all the countries where there is a central bank, generally it has
got the monopoly of the role of note issue. Clear? Then in the beginning, this was not the function of the central bank, but gradually in the all the central banks acquired this function. Clear? അപ്പോൾ originally central bankന് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ. ക്ലിയർ? കൊമേഴ്ഷ്യൽ ബാങ്കുകളും നോട്ട് ഇഷ്യൂ ചെയ്യുമായിരുന്നു. പക്ഷേ ക്ലിയർ പിന്നീട് എന്തായിട്ട് മാറി? സെൻട്രൽ ബാങ്കുകൾ തന്നെ നോട്ട് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. ക്ലിയർ? ഇപ്പോൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളും സെൻട്രൽ ബാങ്ക് തന്നെയാണ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ? So there are many advantages to the note issue of the central bank. Okay, number one, central bank controls the credit creation power of the commercial bank. നമ്മൾ നേരത്തെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ പഠിച്ചു അല്ലേ, ക്രെഡിറ്റ് ക്രിയേഷൻ ഫംഗ്ഷൻ. അപ്പോൾ അത്തരത്തിൽ ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ ഫംഗ്ഷനിൽ ഏറ്റവും വൈറ്റലായിട്ടുള്ള ഒരു റോള് പെർഫോം ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. സോ ഇറ്റ് പെർഫോംസ് എ വൈറ്റൽ റോൾ ഇൻ ദി ക്രെഡിറ്റ് ക്രിയേഷൻ. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എത്രമാത്രം ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, നോട്ട് ഇഷ്യൂ ഒക്കെ കാരണമാവുന്നുണ്ട്. ദെൻ പീപ്പിൾ ഹാവ് ദ മോസ്റ്റ് കോൺഫിഡൻസ് ഓഫ് ദി കറൻസി ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബാങ്ക്. അല്ലേ, സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കറൻസി മിക്കവാറും എല്ലാ ആൾക്കാരും വിശ്വസിക്കണം. അല്ലേ, അവർക്കത് ട്രസ്റ്റാണ്. അല്ലേ, അവർക്ക് ട്രസ്റ്റുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു കയ്യിലുള്ളൊരു കറൻസി നോട്ട് എടുക്കൂ, 10 രൂപയുടെയോ 20 രൂപയുടെയോ 50 രൂപയുടെയോ അല്ലെങ്കിൽ 100 രൂപയുടെയോ അല്ലേ, ഒരു കറൻസി നോട്ട് എടുത്ത് നോക്കൂ. അല്ലേ, അതിൽ കൊടുത്തുണ്ടാവും എന്താണത്? റിസർവ് ബാങ്ക് ഓഫ് ഗവർണറുടെ ഒരു അല്ലേ പ്രോമിസ്, ഐ പ്രോമിസ് ടു പേ ദ ബിയറർ സം ഓഫ് റുപ്പീസ് 100. ക്ലിയർ എന്ന് പറഞ്ഞിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഗവർണറുടെ ഒരു പ്രോമിസ് ഉണ്ടാവും. ക്ലിയർ? ഗവൺമെൻറ്റിൻ്റെ ബാക്കിങ്ങോട് കൂടിയാണ് ഈ നോട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ? ആ രീതിയിൽ ആളുകൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു നോട്ടായിട്ട്, കറൻസി ആയിട്ടത് മാറുന്നു. സോ ഇൻ ദ ഇവന്റ് ഓഫ് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ദ സെൻട്രൽ ബാങ്ക് ദർ വിൽ ബി യൂണിഫോമിറ്റി ഇൻ ദ കറൻസി സിസ്റ്റം ഇൻ ദ കൺട്രി. അല്ലേ, ഇനി സെൻട്രൽ ബാങ്ക് എല്ലാം നോട്ട് ഇഷ്യൂ ചെയ്യുന്ന എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ അല്ലെങ്കിൽ മിക്കവാറും എല്ലാ രാജ്യത്തിനകത്തും എന്തായിരിക്കും? വേറെ വേറെ കറൻസി ആയിട്ട് മാറും. അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവില്ല, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. ഇപ്പം നമുക്കറിയാം ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് ഒരേ കറൻസിയാണ്. അല്ലേ, അത് സെൻട്രൽ ബാങ്കിലൂടെയാണ് നമുക്ക് സാധ്യമാക്കാൻ പറ്റുക. സോ ദ കറൻസി ഓഫ് ദി country will be flexible if the central bank of the country has the monopoly of note issue, because central bank can bring about changes very early in the volume of paper currency, paper money according to the needs. Business, industry, commerce, people, economy, ഇവരൊക്കെ നീഡ്സിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നോട്ട് ഇഷ്യൂകൾ ചെയ്യാൻ സെൻട്രൽ ബാങ്കിന് ഫ്ലെക്സിബിൾ ആയിട്ട് ലഭിക്കും. ക്ലിയർ? ഫ്ലെക്സിബിലിറ്റി ലഭിക്കും. So this system of note issue has some advantage. Clear? So the central bank of the country has a monopoly of note issue. All such advantage will accrue to the government. Clear? അപ്പോൾ സെൻട്രൽ ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? കുറേയധികം ബെനിഫിറ്റ്സ് ഗവൺമെൻറ്റിനും പബ്ലിക്കിനും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നോട്ട് ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ക്ലിയർ? എങ്ങനെയാണ് നോട്ട് ഇഷ്യൂ ചെയ്യുക, എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മെത്തേഡ്സ്, അല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത് നോട്ട് ഇഷ്യൂൻ്റെ ചില മെത്തേഡ്സാണ്. അല്ലേ, ഓരോ രാജ്യങ്ങളിലും ഓരോ സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. ഫിക്സഡ് ഫൈഡൂഷ്യറി സിസ്റ്റം, മാക്സിമം ഫൈഡൂഷ്യറി സിസ്റ്റം, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം, മിനിമം റിസർവ് സിസ്റ്റം. ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും അവരവരുടെ സെൻട്രൽ ബാങ്കിൻ്റെ പോളിസി അനുസരിച്ച്, ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച്, ക്ലിയർ, അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ടാവും. ഈ മെത്തേഡിൽ പറയുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോറിൻ എക്സ്ചേഞ്ചോ റിസർവ്സോ ഗോൾഡുകളോ ഗവൺമെൻറ്റിൻ്റെ ക്ലിയർ ഗവൺമെൻറ് സെക്യൂരിറ്റീസോ ഇതിൻ്റെയൊക്കെ പിൻബലത്തിൽ ക്ലിയർ ഇതിനെല്ലാം ഒരു സെക്യൂരിറ്റിയായി വെച്ചുകൊണ്ട് നോട്ടുകൾ, കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക. ക്ലിയർ? സോ ഇന്ത്യയിലുള്ള കറൻസി ഇഷ്യൂ, നോട്ട് ഇഷ്യൂ സമ്പ്രദായത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇനീഷ്യലി പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം അതായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. So in India, so we have initially, clear, Reserve Bank of India has adopted proportional reserve system for note issue. Clear? Note issue ചെയ്യുന്നതിന് ഒരു പ്രൊപ്പോർഷണൽ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതായത് എന്താണ് നമ്മൾ പിന്നീട് നോട്ട് ഇഷ്യൂവിൻ്റെ മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ക്ലിയർ? സോ ലെറ്റർ ഓൺ ഈ സിസ്റ്റത്തിൽ നിന്ന് മാറി
ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് മിനിമം റിസർവ് സിസ്റ്റം. ക്ലിയർ? ഇപ്പം നമ്മൾ മിനിമം റിസർവ് സിസ്റ്റമാണ് ഇപ്പോൾ ഫോളോ ചെയ്തത്. ക്ലിയർ? ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. Clear? Then the entire issue of currency notes is subject to the regulation framed by in the RBI Act of 1935. Clear? Reserve Bank of India Act ഈ നോട്ട് ഇഷ്യൂവിനെ സംബന്ധിക്കുന്ന റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെയാണ് നോട്ട് ഇഷ്യൂ നമ്മളിവിടെ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ കറൻസി നോട്ട് വെറുതെ അടിക്കുകയല്ല, അതിനെന്തുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. ക്ലിയർ? അതിനനുസരിച്ച് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഗോൾഡ്, ബുള്ളിയൻ, ക്ലിയർ, ഇതിനെയൊക്കെ റിസർവ് ആക്കി വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നോട്ട് ഇഷ്യൂ, കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ സെൻട്രൽ ബാങ്കിൻ്റെ അടുത്തൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് നോക്കാവുന്നത്, സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ബാങ്കർ, ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ്. ക്ലിയർ? സെൻട്രൽ ബാങ്കിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട റോളാണ് അല്ലെങ്കിൽ ഫംഗ്ഷനാണ്. ക്ലിയർ? സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെൻറ്. ക്ലിയർ? എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ? സോ ഇറ്റ് ആക്ട് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെൻറ്, ഇറ്റ് ആക്ട് ആസ് എൻ ഏജൻറ്റ് ടു ദ ഗവൺമെൻറ് ആൻഡ് ഇറ്റ് ആക്ട്സ് എൻ അഡ്വൈസർ ടു ദ ഗവൺമെൻറ്. ക്ലിയർ? അപ്പോൾ ചില കേസസിലെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നതിനും സെൻട്രൽ ഗവൺമെൻറ് വേണ്ട കടം എടുക്കുക അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ക്ലിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ബാങ്കർ എന്ന നിലയിൽ നമ്മൾ സെൻട്രൽ ബാങ്കാണ്. ക്ലിയർ? അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട്, ക്ലിയർ, പ്രവർത്തിക്കുന്നു. ക്ലിയർ? പല കാര്യങ്ങളിലും. ക്ലിയർ? പബ്ലിക്കുമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ട്രഷറി ബില്ല് അല്ലെങ്കിൽ ബോണ്ടുകൾ, ട്രഷറി ബോണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, അതിൻ്റെ റിഡംഷൻ്റെ കാര്യമായിക്കോട്ടെ, ഇതിലൊക്കെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും എക്കണോമിക് അഫയേഴ്സിലും മോണിറ്ററി അഫയേഴ്സിലൊക്കെ ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യുന്നു. ക്ലിയർ? ഒരു അഡ്വൈസറായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം ഫങ്ഷൻ ആർക്കുണ്ട്? സെൻട്രൽ ബാങ്കിനുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് മൂന്നാമത്തെ എന്ന് പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്. സോ ഇറ്റ് ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്സ് ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ, ക്ലിയർ, എന്തായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ക്യാഷ് റിസർവ്സിൻ്റെ കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ നേരത്തെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ പഠിച്ചു അല്ലേ? ക്രെഡിറ്റ് ക്രിയേഷനെ കുറിച്ച് പഠിച്ചു. സോ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലേ, അവർക്ക് കിട്ടുന്ന ഡിപ്പോസിറ്റ്സിൻ്റെ ഒരു നിശ്ചിത ശതമാനം ക്യാഷ് റിസർവായിട്ട് എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം? സെൻട്രൽ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ? ഇത് നമ്മൾ CRR എന്നാണ് പറയുക അല്ലേ? ക്യാഷ് റിസർവ് റേഷ്യോ, CRR. ഇങ്ങനെയുള്ള CRR അല്ലേ, അങ്ങനെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെയും CRR എവിടെയാണ് വരിക? സെൻട്രൽ ബാങ്കിലാണ് വരിക. ഈ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഈ ക്യാഷ് റിസർവ്സിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്തിനാണ് ക്യാഷ് റിസർവ്സ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഒരു സെക്യൂരിറ്റി എന്ന നിലയിലാണ് ഇത് വാങ്ങിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ക്യാഷ് റിസർവ്സിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ട് ആര് പ്രവർത്തിക്കുന്നു? സെൻട്രൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ദെൻ കസ്റ്റോഡിയൻ ഓഫ് നാഷൻസ് റിസർവ്സ് ഓഫ് ഇൻ്റർനാഷണൽ, ക്ലിയർ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്നാണെങ്കിൽ പറയാം. ക്ലിയർ? കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അല്ലെങ്കിൽ റിസോഴ്സസ്. ഒരു രാജ്യത്തിൻ്റെ നാഷണൽ റിസോഴ്സസ്, ക്ലിയർ, ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ ആര് തന്നെയാണ്? സെൻട്രൽ ബാങ്കാണ്. ക്ലിയർ? സോ സെൻട്രൽ ബാങ്ക് ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ഓൾ ദ ഫോറിൻ കറൻസി, clear, obtained from various countries, and this is because this is become an important function of the central bank. അല്ലേ, നമ്മൾക്ക് നിങ്ങൾ ഒരു പക്ഷേ പേപ്പറിലൂടെയൊക്കെ അല്ലെ ന്യൂസിലൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ക്ലിയർ? ഫോറിൻ എക്സ്ചേഞ്ച് സാധാരണ വ്യക്തികൾക്ക്, സിറ്റിസൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കൈവശം വയ്ക്കാനോ ഡീൽ ചെയ്യാനോ പറ്റില്ല. അങ്ങനെ കിട്ടുന്ന ആൾക്കാർ എക്സ്പോർട്ട് വഴിയോ മറ്റുള്ള രീതിയിലോ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അത് റിസർവ് ബാങ്ക് വഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യണം? അടയ്ക്കണം. ക്ലിയർ? അവരുടെ ഡീലേഴ്സാണ്, ബാങ്കുകളൊക്കെ ഡീലറായിട്ടാണ് വരിക ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ. അതുകൊണ്ട് ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കസ്റ്റോഡിയനായിട്ട് അല്ലേ, ഫോറിൻ എക്സ്ചേഞ്ച് എന്തിനാണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു രാജ്യത്തിന് ഇമ്പോർട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും, അതല്ലാതെ ഗവൺമെൻറ്റുകൾക്ക് തന്നെ ചില ഓബ്ലിഗേഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ ഓബ്ലിഗേഷൻസ് ഉണ്ടാവും, അതൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലേ, ഒക്കെ ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ചുകളുടെ റിസർവ്സിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ട്, ഗവൺമെൻറ്റിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ കസ്റ്റോഡിയനായിട്ട് സെൻട്രൽ ബാങ്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. So
ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ ആണെന്ത്? ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. ഇനി കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് പബ്ലിക്കിന്, അഗ്രികൾച്ചറിസ്റ്റിന്, ഫാർമേഴ്സിന്, അല്ലെങ്കിൽ ട്രേഡേഴ്സിന്, അല്ലേ, ബിസിനസ് പീപ്പിൾസിന്, ഇൻഡസ്ട്രിയലിസ്റ്റിനൊക്കെ ലോൺ കൊടുക്കുന്നത്, ലെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ലെൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ, അല്ലേ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലേ? അപ്പം അങ്ങനെ ചിലപ്പോൾ വരാം. ക്ലിയർ? ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരു പക്ഷേ ഒരു സമയത്ത്, പർട്ടിക്കുലർ സമയത്ത് എമൗണ്ടിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? ബാക്കിയുള്ള ബാങ്കുകളുടെ അടുത്തൊക്കെ ചോദിക്കും. അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടി, കടം കൊടുക്കുന്നതിന് വേണ്ടി ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, അവസാനം നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എവിടെ സമീപിക്കാം? സെൻട്രൽ ബാങ്കിനെ സമീപിക്കാം. അതുകൊണ്ട് സെൻട്രൽ ബാങ്കിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഇറ്റ് ആക്ട് ആസ് ദ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. മറ്റെവിടെ നിന്നും കിട്ടുന്നില്ല എങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ധൈര്യമായിട്ട് എവിടെ പോയിട്ട് കടമെടുക്കാം? സെൻട്രൽ ബാങ്കിൽ പോയിട്ട് കടമെടുക്കാം. സോ സെൻട്രൽ ബാങ്ക് വർക്ക്സ് ആസ് എ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക് ബിക്കോസ് in the time of need it provides them financial assistance and accommodation. Clear? ആവശ്യമായിട്ടുള്ള രീതിയിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അല്ലേ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ഇതെല്ലാം നൽകി മറ്റെവിടെ നിന്നും ലോൺ കിട്ടാത്ത ഒരവസരത്തിൽ, ഫിനാൻഷ്യൽ റിസോഴ്സ് ഇല്ലാത്ത അവസരത്തിൽ അത് സംഘടിപ്പിക്കാൻ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പ്രാപ്തമാക്കുന്നു. അതുകൊണ്ട് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. It acts as place of clearing house function. Clear? Central clearance എന്നാണ് പറയുക. Clear? Act as a central clearance. Clear? എന്താ സെൻട്രൽ ക്ലിയറൻസ്? നമുക്കറിയാം കുറേയധികം കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്, അല്ലേ? ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അബൌട്ട് 90-100 വരുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾ മാത്രമുണ്ട്. പിന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, അതുപോലെ തന്നെ പേയ്മെൻറ്റ് ബാങ്കുകൾ, ഇങ്ങനെയുള്ള ബാങ്കുകളും ഉണ്ട്. ഇങ്ങനെയുള്ള ബാങ്കുകളെല്ലാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം, അല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തുണ്ടാവും? മ്യൂച്വൽ ഓബ്ലിഗേഷൻ ഉണ്ടാവും, അല്ലേ? എങ്ങനെയാണ് മ്യൂച്വൽ ഓബ്ലിഗേഷൻസ് വരിക, അല്ലേ? ഒരു ബാങ്കിൻ്റെ ചെക്ക് വേറൊരു ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. ആ ബാങ്കിൽ നിന്നും ചിലപ്പോൾ വേറൊരു ബാങ്കിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ പരസ്പരം കസ്റ്റമേഴ്സ് ചെക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കും. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു കസ്റ്റമറാണെന്ന് വിചാരിക്കുക, എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അക്കൗണ്ട്, എനിക്ക് ചിലപ്പോൾ കനറ ബാങ്കിൻ്റെ ഒരു ചെക്ക് കിട്ടി. ഞാൻ എവിടെയാണ് കളക്ഷന് വേണ്ടി കൊടുക്കുക? കനറ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കില്ല, പകരം എന്ത് ചെയ്യും? സ്റ്റേറ്റ് ബാങ്കിലാണ് കൊടുക്കുക. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് എന്ത് ചെയ്യും? കനറ ബാങ്കിൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ച് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ കനറ ബാങ്ക് വെർച്വലി എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ബാങ്കിന് പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ക്ലിയർ? അതുപോലെ ഒരു DD, സ്റ്റേറ്റ് ബാങ്ക്, ഞാനൊരു DD എടുത്തു സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന്. ക്ലിയർ? കനറ ബാങ്കിലേക്കാണ് എടുത്തത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ DDയുടെ പൈസ കനറ ബാങ്കിന് കൊടുക്കാനുണ്ടാവും. ക്ലിയർ? അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് എടുത്തത്, അപ്പോൾ അവിടെ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഓരോ ബാങ്കുകളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓബ്ലിഗേഷൻസ് ഉണ്ടാവും. ഇതിനാണ് നമ്മൾ ഇൻ്റർ ബാങ്ക് ഓബ്ലിഗേഷൻസ് എന്ന് പറയാം. ക്ലിയർ? ഇങ്ങനെയുള്ള ഇൻ്റർ ബാങ്ക് ഓബ്ലിഗേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്തെടുക്കുന്നതിന് വേണ്ടി, അല്ലേ, ബാങ്കുകൾ എന്ത് ചെയ്യേണ്ട വരും? നെട്ടോട്ടം കുട്ടോട്ടം ഓടേണ്ടി വരില്ലേ, അല്ലേ? സാധാരണ എന്താ, ഒരു ദിവസം തന്നെ ചിലപ്പോൾ 100 കണക്കിനോ 1000 കണക്കിനോ ചെക്കുകളും ഡ്രാഫ്റ്റുകൾ കിട്ടും, ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടും. ഇതിനെല്ലാം കൊണ്ട് അതാത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ സ്റ്റാഫിന് പിന്നെ അത് മാത്രമായിരിക്കും പണി, അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്കിൻ്റെ ശാഖയുള്ള, റിസർവ് ബാങ്കിൻ്റെ ബ്രാഞ്ചോ ഓഫീസോ ഉള്ള സ്ഥലങ്ങളിൽ റിസർവ് ബാങ്ക് തന്നെ ഒരു ക്ലിയറിംഗ് ഹൗസായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ? എന്താ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ? ഒരു പർട്ടിക്കുലർ പ്ലേസിനെ ക്ലിയറിംഗ് ഹൗസായിട്ട് വെച്ചിട്ടുണ്ടാവും. അവിടെ എന്ത് ചെയ്യുന്നു? എല്ലാ ബാങ്കിൻ്റെ പ്രതിനിധികളും അവിടെ വരും. ഒരു ഡെസിഗ്നേറ്റഡ് അവർ ഉണ്ടാവും. ക്ലിയറിംഗ് ഓപ്പറേഷന് വേണ്ടി ഒരു അവർ ഉണ്ടാവും. ആ അവറിൽ ഒരു ഡേ ഉണ്ടാവും. ആ ഡേയിലും അവറിലും അവിടെ വരും. ക്ലിയർ? ഇപ്പോഴൊക്കെ ഡെയിലി ബേസിസ് ക്ലിയറിംഗ് നടക്കാറുണ്ട് സിറ്റീസിൽ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ ആഫ്റ്റർനൂൺ 2 o'clock അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ 3 o'clock. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വരും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ക്ലിയറിങ്ങിൻ്റെ വേണ്ടിയിട്ട് ബാങ്കുകളൊന്നും അവിടെ വരുന്നില്ല. കാരണം എന്താ? ഇപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ആണ്. ഓൺലൈൻ ക്ലിയറിംഗ് നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ കുറച്ച് മുമ്പ് വരെ ഈ ക്ലിയറിങ്ങിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെയാണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുക. അവിടെ കനറ ബാങ്കിൻ്റെ പ്രതിനിധിയും, സ്റ്റേറ്റ് ബാങ്കിൻ്റെ പ്രതിനിധിയും, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയും, ഇന്ത്യൻ ബാങ്കിൻ്റെ പ്രതിനിധിയും, സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ പ്രതിനിധി, ഇങ്ങനെ എല്ലാ ബാങ്കുകളുടെ പ്രതിനിധികളും അവിടെ വരും. അവരവർ എന്ത് കൊണ്ടുവരും? അവരവരുടെ കൈവശമുള്ള ഇൻസ്ട്രുമെൻസും കൊണ്ടുവരും. ക്ലിയർ? മറ്റുള്ള ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് എത്ര, കിട്ടാനുള്ളത് എത്ര, അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് വരും. ക്ലിയർ? അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട്, ക്ലിയർ, ഓരോ ബാങ്കിന് എത്ര എമൗണ്ട് കൊടുക്കാണ്ട്, എത്ര അവിടുന്ന് എത്ര കിട്ടാണ്ട്, ഇങ്ങനെ പരസ്പരം അവർ എക്സ്ചേഞ്ച് ചെയ്ത് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യും. ക്ലിയർ? ഇങ്ങനെ ഓരോ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്ത് നെറ്റ് ഡെബിറ്റോ നെറ്റ് ക്രെഡിറ്റോ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ? ഇതിനെ പറയുന്ന പേരാണ് ക്ലിയറിംഗ്. ക്ലിയർ? ഇപ്പം ഇങ്ങനെയുള്ളൊരു ക്ലിയറിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നതിന്
സാധാരണ രീതിയിൽ റിസർവ് ബാങ്കിനാണ് ഡ്യൂട്ടി. ഇനി റിസർവ് ബാങ്കിൻ്റെ ഓഫീസ് ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ഒരു ഓഫീസ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിനെ ആയിരിക്കും അതിനുവേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഒരു ക്ലിയറിംഗ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ? ഇങ്ങനെയുള്ള ക്ലിയറിംഗ് ഓപ്പറേഷൻ്റെ സെൻട്രൽ ക്ലിയറൻസ് എന്നാണ് പറയുക. ക്ലിയർ? സാധാരണ രീതിയിൽ ബാങ്കുകൾ തമ്മിലുള്ള ക്ലിയറൻസ് അവർ തന്നെ ചെയ്യും. ക്ലിയർ? അങ്ങനെ ഒരു വലിയൊരു ക്ലിയറിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന, ബാങ്കുകൾ തമ്മിലുള്ള ക്ലിയറിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റിൻ്റെ സെൻട്രൽ ഏജൻസി ആയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? സെൻട്രൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ എന്ന് പറയാം. ക്രെഡിറ്റ് കൺട്രോൾ വേറൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ക്രെഡിറ്റ് കൺട്രോൾ. ക്ലിയർ? എന്താ ക്രെഡിറ്റ് കൺട്രോൾ? നമുക്കറിയാൻ പറ്റും അല്ലേ? ഒരു ഓർഗനൈസേഷൻ, ക്ലിയർ, ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും അപ്പെക്സ് ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ മറ്റുള്ള എല്ലാ ബാങ്കുകളും, അല്ലേ, മറ്റുള്ള എല്ലാ തരത്തിലുള്ള ബാങ്കുകളും, അത് റീജിയണൽ റൂറൽ ബാങ്കുകളായിക്കോട്ടെ, കോപ്പറേറ്റീവ് ബാങ്കുകളായിക്കോട്ടെ, അല്ലേ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളായിക്കോട്ടെ, ഡെവലപ്മെൻറ്റ് ബാങ്ക് ആയിക്കോട്ടെ, ഇവരെല്ലാം നൽകുന്ന ലോൺസും അഡ്വാൻസസും, അല്ലേ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രെഡിറ്റ്. ക്ലിയർ? ഈ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു രാജ്യത്ത്, അല്ലേ, ഒന്നുകിൽ പണപ്പെരുപ്പം, അല്ലേ, നാണ്യാവസ്ഥയിൽ മണി സർക്കുലേഷൻ വളരെ കൂടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മണി സർക്കുലേഷൻ വളരെ കുറയും. ക്ലിയർ? മണി സർക്കുലേഷൻ വളരെ കൂടുതലായി കഴിഞ്ഞാൽ എന്താകും? ഇൻഫ്ലേഷൻ നമ്മൾ പറയും, അല്ലേ, നാണ്യപ്പെരുപ്പം, അല്ലേ, പണപ്പെരുപ്പം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ. ഇപ്പോൾ പ്രൈസ് ലെവൽസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? വർദ്ധിക്കാൻ തുടങ്ങും. ക്ലിയർ? എൻ്റെ അർത്ഥം എന്താ? ഇൻഫ്ലേഷൻ്റെ പ്രത്യേകത എന്താ? ടു മച്ച് ഓഫ് മണി ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ. ക്ലിയർ? അപ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതൽ പൈസ കൊടുത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാവും. അതോടുകൂടി സാധനങ്ങളുടെ വിലയൊക്കെ കൂടി വരും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലുള്ളൊരു സിറ്റുവേഷൻ വരും. ഇനി മണി സർക്കുലേഷൻ തീരെ കുറഞ്ഞു പോയാൽ എന്താവും? സ്ലോ ഡൗൺ എന്നാണ് നമ്മൾ പറയുക, അല്ലേ, ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ. ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല, എക്കണോമിക് ആക്ടിവിറ്റി ഇല്ല, വരുമാനമില്ല, അതുകൊണ്ട് കൺസംഷൻ ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് പ്രൊഡക്ഷൻ്റെ നടക്കുന്നില്ല, അൺഎംപ്ലോയ്മെൻറ്റ് വരും, അല്ലേ, എംപ്ലോയ്മെൻ്റ് ഇല്ല, ആളുകൾക്ക് പൈസ ഇല്ല, വരുമാനമില്ല, ഇങ്ങനെ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാവും. ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ക്ലിയർ? എങ്ങനെയാണ് ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുക? അപ്പോൾ എത്രമാത്രം ലോണുകൾ കൊടുക്കുക, എത്രമാത്രം ലോണുകൾ കൊടുക്കാതിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതിന് വേണ്ടി, അല്ലേ, ക്രെഡിറ്റ് ഏതെല്ലാം വിഭാഗത്തിലേക്ക് കൊടുക്കണം, ക്ലിയർ, ഏതിലേക്ക് കൊടുക്കരുത്, ക്ലിയർ, അതിങ്ങനെയൊക്കെ നിശ്ചയിക്കാൻ സെൻട്രൽ ബാങ്കിന് അധികാരമുണ്ട്. ക്ലിയർ? ഈ ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഭാഗമായി രണ്ട് തരത്തിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ചെയ്യാറുണ്ട്. ചില അവസരത്തിൽ ക്വാണ്ടിറ്റി ഓഫ് മണി ക്രെഡിറ്റിനെ നിശ്ചയിക്കാൻ വേണ്ടി, ക്വാണ്ടിറ്റി ഓഫ് ക്രെഡിറ്റ് ഫ്ലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ക്രെഡിറ്റ്, ക്ലിയർ, നിശ്ചയിക്കാൻ വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ ടെക്നിക്സ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ക്രെഡിറ്റ് കൺട്രോൾ. ക്ലിയർ? അതല്ലാതെ ചില കേസസ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്രെഡിറ്റുകൾ നിശ്ചയിക്കാൻ വേണ്ടി, ക്ലിയർ, ഏത് സെക്ടറിലേക്ക് കൊടുക്കണം, ഏത് സെക്ടറിൽ കൊടുക്കരുത്, ഏത് സെക്ടറിൽ എത്രമാത്രം കൊടുക്കണം, ഇങ്ങനെയൊക്കെ നിശ്ചയിക്കാൻ വേണ്ടി ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ക്രെഡിറ്റ് കൺട്രോൾ. ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും ക്വാളിറ്റേറ്റീവ് ടെക്നിക്സും ആയിട്ട് ക്രെഡിറ്റ് കൺട്രോൾ രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസും ആര് പെർഫോം ചെയ്യുന്നു? സെൻട്രൽ ബാങ്ക് പെർഫോം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റിനെ നിയന്ത്രിക്കുന്നു. അങ്ങനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഫലമായി മണി സർക്കുലേഷൻ, ക്ലിയർ, അതുപോലെ തന്നെ ബാങ്കുകൾക്ക് ലോൺ നൽകാനുള്ള എമൗണ്ടിൻ്റെ അവൈലബിലിറ്റി, ക്ലിയർ, ഇതെല്ലാം നിയന്ത്രിക്കുകയും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സിനാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. ക്ലിയർ? അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾസ് നമുക്കുണ്ട്. ക്ലിയർ? സോ ഈ മെത്തേഡ്സിലെ കൂടെയൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. ക്ലിയർ? സച്ച് ആസ് ബാങ്ക് റേറ്റ്, ക്ലിയർ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്ലിയർ, ചേഞ്ച് ഇൻ റിസർവ് റേഷ്യോ, ക്ലിയർ, സെലക്റ്റീവ് കൺട്രോൾസ്, ഓക്കെ, മോറൽ സ്വേഷൻ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പിന്നീട് നോക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിന് പുറമെ ഇപ്പോൾ പറഞ്ഞതൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത്. ഇതിന് പുറമെ വേറെയും ചില ഫങ്ഷൻസ് കൂടെ ആര് പെർഫോം ചെയ്യുന്നു? സെൻട്രൽ ബാങ്ക് പെർഫോം ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ അതിലേതൊക്കെയാണ് വരുന്നത്? സോ കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലിയർ, എക്കണോമിയെ സംബന്ധിക്കുന്ന, ഫിനാൻസിനെ സംബന്ധിക്കുന്ന, മണി സപ്ലൈ സംബന്ധിക്കുന്ന, അല്ലേ, മണി സർക്കുലേഷനെ സംബന്ധിക്കുന്ന, ക്ലിയർ, ഗ്രോത്ത് റേറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഡാറ്റ ആര് കളക്ട് ചെയ്യാറുണ്ട്? സെൻട്രൽ ബാങ്കുകൾ കളക്ട് ചെയ്യാറുണ്ട്, അല്ലേ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പീരിയോഡിക്കലി 2 മാസം കഴിയുമ്പോൾ, 1 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 മാസം 3 മാസം കഴിയുമ്പോഴൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലേ, നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാറുണ്ട്? എക്കണോമിയുടെ, അല്ലേ, എക്കണോമി ഇന്ന രീതിയിലാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, GDPയുടെ ഗ്രോത്ത് റേറ്റ് എത്രയായിരിക്കും, അല്ലേ, എക്കണോമിയിലെ
ഇത്രമാത്രം മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഗ്രോത്ത് റേറ്റ് ഉണ്ടോ ഇല്ലയോ, അല്ലെ ഇത്ര ശതമാനമായിരിക്കും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. എംപ്ലോയ്മെൻറ്റ് കൂടാമൽ, എംപ്ലോയ്മെൻറ്റ് കുറയും, ക്ലിയർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയണം. അതുപോലെ ഇൻഫ്ലേഷൻ വരാം, ഇൻഫ്ലേഷൻ കുറയും, ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുക. എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുക? സോ ദാറ്റ് ദേ കളക്ട് ഡാറ്റ ഫ്രം ഇക്കണോമി. ക്ലിയർ, അതിന് അവർക്ക് ഡാറ്റ കളക്ഷൻ യൂണിറ്റ്സും അതുപോലെ തന്നെ അതിനുള്ള മെഷേഴ്സും മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യും? ദേ കളക്ട്സ് ഡാറ്റ, എക്കണോമിക് ഡാറ്റ, അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ പറയുന്നത്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ക്ലിയർ സെൻട്രൽ ബാങ്ക് in almost all the countries collects statistical data regularly relating to economic aspects of the money, credits, foreign exchange, banking. ക്ലിയർ, ഇങ്ങനെയുള്ള ഡാറ്റ ഒക്കെ അവരെന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. ക്ലിയർ. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ റിപ്പോർട്ടും സ്റ്റേറ്റ്മെൻറ്റുകളാക്കി പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടും ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിനും പബ്ലിക്കിനും ഒക്കെ ആയിട്ട് സപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നു. സെൻട്രൽ ബാങ്ക് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇനി ഡെവലപ്പിംഗ് കൺട്രീസ് സെൻട്രൽ ബാങ്കുകൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താ? ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ വികസനത്തിന് വേണ്ടി ശ്രമിക്കുന്ന രാജ്യങ്ങളാണ്. അവർക്ക് നിലവിൽ വികസനം അത്രമാത്രം ആയിട്ടില്ല, അത്രമാത്രം ഡെവലപ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? സെൻട്രൽ ബാങ്ക് തന്നെ അതിൻ്റെ ഒരു ലീഡ് റോൾ എടുക്കേണ്ടി വരും. ക്ലിയർ. സോ ലാക്ക് ഓഫ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഒക്കെ ഉള്ള ഒരു രാജ്യങ്ങളായിരിക്കും ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സേവിങ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഫിനാൻഷ്യൽ ലിറ്ററസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ക്ലിയർ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, ഓക്കെ, ക്യാപിറ്റൽ ഫോർമേഷൻ സാധ്യമാക്കാൻ വേണ്ടി, ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള റോളും ആര് ചെയ്യേണ്ടതായിട്ട് വരും? സെൻട്രൽ ബാങ്ക് ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ അതെല്ലാം സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷനായിട്ട് പറയാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന സെൻട്രൽ ബാങ്ക് ഫംഗ്ഷൻ. ക്ലിയർ. ഇതിനൊക്കെ പുറമേ വീണ്ടും കുറേയധികം ഫംഗ്ഷൻസ് മോഡേൺ ഡേയ്സിൽ വരുന്നുണ്ട്. ക്ലിയർ. ഇപ്പോഴൊക്കെയാണെങ്കിൽ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ആയിക്കോട്ടെ, ക്ലിയറിംഗ് ഓപ്പറേഷൻ ആയിക്കോട്ടെ, ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള. സോ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലേ ഇന്നോവേറ്റീവ് ഫംഗ്ഷൻസിനൊക്കെ കുറിച്ച്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഇന്നോവേറ്റീവ് ഫംഗ്ഷൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ATM ആയിക്കോട്ടെ, അല്ലേ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ വളരെയധികം ഉണ്ട്. ക്ലിയർ. ടെക്നോളജി ഓറിയൻറ്റഡ് ബാങ്കിങ്ങിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയൊക്കെ റെഗുലേറ്റ് ചെയ്യേണ്ടത് ആര് തന്നെയാണ്? സെൻട്രൽ ബാങ്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഓൺലൈൻ ക്ലിയറൻസ്, ഓൺലൈൻ സെറ്റിൽമെൻറ്റ്, ക്ലിയർ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ വഴിയുള്ള ട്രാൻസാക്ഷൻ്റെ സെറ്റിൽമെൻറ്റ്, അല്ലേ, ക്രെഡിറ്റ് കാർഡ് മുഖേന വരാവുന്ന പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഫങ്ഷൻസ് അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഡിജിറ്റൽ കറൻസി, അല്ലേ, ഒരു ഡിജിറ്റൽ കറൻസി വേൾഡ് നമുക്ക് ഇപ്പം നിലവിൽ നിലനിൽക്കുന്നത്, അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിജിറ്റൽ കറൻസികളുടെ നിയന്ത്രണങ്ങൾ, ക്ലിയർ. ഓക്കെ. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് മീൻസ്, ക്ലിയർ, അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അതിനെല്ലാം അഗ്രിഗേറ്റ് ചെയ്യണം, അതിനെല്ലാം ഡീല് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ഏജൻസികളുണ്ട്, ഇൻ്റർമീഡിയറീസ് ഉണ്ട്. അപ്പോൾ അവരുടെ രജിസ്ട്രേഷനും, ക്ലിയർ, അങ്ങനെയുള്ള ടേംസ്, അവരുടെ കണ്ടീഷൻ എക്സെട്ര ഓഫ് സച്ച്, ക്ലിയർ, അഗ്രിഗേറ്റേഴ്സ് എന്നാണ് അവർ പറയുക. അഗ്രിഗേറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നു? സെൻട്രൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മേഖലകളിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. ക്ലിയർ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മാർക്കറ്റ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ. യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് അബൌട്ട് മണി മാർക്കറ്റ്. ക്ലിയർ. മണി മാർക്കറ്റ് എന്താ? ഷോർട്ട് ടേം സെക്യൂരിറ്റീസിൻ്റെ ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ്, അല്ലേ. അപ്പോൾ അതിൽ ട്രഷറി ബില്ലുകൾ, അല്ലേ, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ, ക്ലിയർ, അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ്, റിപ്പോ, റിവേഴ്സ് റിപ്പോ, ക്ലിയർ, ഇങ്ങനെ കുറേയധികം ഇൻസ്ട്രുമെൻറ്റ് സബ് മാർക്കറ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റുകൾ, കോൾ മണി മാർക്കറ്റ്, അല്ലേ, അങ്ങനെയുള്ള എല്ലാ മാർക്കറ്റുകൾ, സബ് മാർക്കറ്റുകൾ നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? നമ്മളെ സെൻട്രൽ ബാങ്ക് തന്നെയാണ്. ക്ലിയർ. അപ്പോൾ മണി മാർക്കറ്റിൻ്റെ റെഗുലേറ്ററാണ് സെൻട്രൽ ബാങ്ക്. ക്ലിയർ. എക്കണോമിയുടെ റെഗുലേറ്ററാണ് ആര്? സെൻട്രൽ ബാങ്ക്. ക്ലിയർ. മണി സിസ്റ്റം, മോണിറ്ററി സിസ്റ്റത്തിൻ്റെ റെഗുലേറ്ററാണ് എന്താ? സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഇങ്ങനെയുള്ള റെഗുലേറ്ററി റോള്, ഫങ്ഷൻസ് അവർ പെർഫോം ചെയ്യാണ്ടായിട്ടുണ്ട്. അതുപോലെ ബാങ്കുകളുടെ ലൈസൻസിങ്ങും സൂപ്പർവിഷനൊക്കെ ചെയ്യേണ്ടത് ആര് തന്നെയാണ്? സെൻട്രൽ ബാങ്ക് തന്നെയാണ്. ക്ലിയർ. ഇപ്പോൾ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ, അവർക്ക് പെർമിഷൻ കൊടുക്കണോ, അല്ലേ, അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക, ക്ലിയർ, അതുപോലെ സൂപ്പർവിഷൻ ചെയ്യുക, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസർവ് ബാങ്ക് തന്നെയാണ് ചെയ്യുക, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് തന്നെയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഓരോ കേസസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വൈഡൻ്റ് ആയിട്ടുള്ള പവേഴ്സും ഫങ്ഷൻസൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സെൻട്രൽ ബാങ്ക്സ്.
അപ്പോൾ കൂടുതൽ നമുക്ക് റിസർവ് ബാങ്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാം ഓരോന്നും. ഓക്കെ.